ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്ക തന്നെയാണ്. അതായത് ഏഷ്യയിൽ, ദക്ഷിണേഷ്യയിലും ഏഷ്യയിലുമുള്ള രാജ്യങ്ങൾ അവരുടെ ദീർഘദൂര മിസൈലിന്റെ ഒരു ഭാഗം അമേരിക്കയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ 3000-ഓളം മിസൈലുകളാണ് വിവിധ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരെ ചിന്തിപ്പിക്കുന്നതും ടെൻഷൻ എടുപ്പിക്കുന്നതും മറ്റൊന്നുമല്ല, ഇത്രയും കാലം അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു രാജ്യം കൂടി അമേരിക്കയ്ക്കെതിരെ മിസൈൽ നിർമ്മാണത്തിന്റെ പാതയിലാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം അവരുടെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതും. ഇത് ഗൗരവതരമായ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക അതിൽ കടുത്ത ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ നാറ്റോയ്ക്ക് പുറത്തുള്ള സഖ്യരാജ്യത്തെക്കുറിച്ച് തന്നെ. 2024 5500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഇന്റൽ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു പാകിസ്ഥാൻ. ഇതിനെ തുടർന്ന് 4 പാക് സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടും അമേരിക്ക രംഗത്ത് വന്നിരുന്നു. പക്ഷെ അവിടെ കൊണ്ടും അത് അവസാനിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ പറയുന്നത്. അവർ പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ വളരെ ദീർഘദൂരമായി, അതായത് അമേരിക്ക വരെ ആക്രമിക്കാൻ ശേഷിയുള്ള ICBM-കളുടെ നിർമ്മാണം, അതിന്റെ വികാസം വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ പറയുന്നത് ദക്ഷിണേഷ്യക്ക് പുറത്തുകൂടി തങ്ങൾ പ്രബലരാണ് എന്ന് അറിയിക്കാൻ, ദക്ഷിണേഷ്യയിൽ ഒരു പ്രബല ശക്തിയാണെന്ന് തങ്ങൾ അറിയിക്കാനാണ് ഇത് നിർമ്മിക്കുന്നത് പറയുമ്പോൾ തന്നെയും ഇതിന്റെ ലക്ഷ്യം അമേരിക്ക തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ ഇന്റലിജൻസ് മേധാവികൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ 3000-ഓളം ത്തിലധികം മിസൈലുകളാണ് അമേരിക്കയെ ലക്ഷ്യം വെച്ച് പലരും നിർമ്മിച്ചു കൂട്ടിയിരിക്കുന്നത്. അത് 2035 ആകുമ്പോഴേക്കും 16,000 മിസൈലുകളായി, അത് ആണവ ശേഷിയുള്ള അല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളാണ് ഇതെല്ലാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും 16,000-ഓളം മിസൈലുകളായി അത് ഉയരും. നിലവിൽ പാകിസ്ഥാൻ ഒരു ദീർഘദൂര മിസൈലുണ്ട്, ഷഹീൻ തേഡ് എന്നാണ് അതിന്റെ പേര്. അതിന് ദൂരപരിധി 2750 കിലോമീറ്റർ ആണ്. ഏതായാലും ഈ ദൂരപരിധിക്കുള്ളിൽ തന്നെയാണ് ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളും. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ ഒരു ദീർഘദൂര മിസൈൽ ഇപ്പോൾ നിർമ്മിക്കുന്നത്, അതും ആണവശേഷിയുള്ള മിസൈൽ നിർമ്മിക്കുന്നത് എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ചൈനയാണ് പാകിസ്ഥാനെ ബാക്ക് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അതിനെ ജാഗ്രതയോടുകൂടി കാണുന്നത്. ഈ അമേരിക്ക നേരത്തെ തന്നെ ഇത്തരം ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തി നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ ട്രംപ് കയറിയതിനു ശേഷം മുനീറുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചില വ്യാപാര കരാറിലൊക്കെ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു സംശയത്തിന് നിഴലിൽ നിർത്താനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ ഈ അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചില സഖ്യങ്ങൾ പാകിസ്ഥാൻ രൂപീകരിക്കുന്നു. അവിടെ ഒരു ആണവ രാഷ്ട്രം ഇല്ലെങ്കിൽ തങ്ങളൊരു പവർ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് മിസൈലുകൾ നിർമ്മിക്കുന്നതെങ്കിൽ പോലും ഇത് ഭാവിയിൽ ഈ ഭീകര ഗ്രൂപ്പുകളുടെ കയ്യിലും മറ്റുമൊക്കെ ഈ ആണവ ടെക്നോളജിയും മറ്റുമൊക്കെ എത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ലിബിയയ്ക്കും ഇറാനും പാകിസ്ഥാൻ നൽകി എന്നൊരു സംശയവും ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.